ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളുടെ കുട്ടികൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രണയത്തിലൊക്കെ എത്തുന്നതിന് മുമ്പ് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ചുറ്റും പതുങ്ങി പൂച്ചക്കുട്ടികളെ പോലെ നടക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുസരിക്കുകയൊക്കെ ചെയ്യും. ഒരു ഘട്ടത്തിൽ അവരൊരു പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരുടെ നിറം മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. അതുവരെ പെരുമാറിയിരുന്ന മക്കളുടെ യാതൊരു വക സ്വഭാവ സവിശേഷതയും അത് കഴിഞ്ഞാൽ അവർ കാണിക്കില്ല. അവർക്കൊരു തരം സ്വാർത്ഥത, കാമുകൻ പറയുന്നത് കേൾക്കൂ, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് കേൾക്കൂ. പുതുമോടിയിലൊക്കെ വീട്ടിലേക്ക് വരാൻ തന്നെ ബുദ്ധിമുട്ട്. ഉപ്പും മുളകും ലൈറ്റിലെ അമ്മ കുഞ്ഞനുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഈ എപ്പിസോഡിൽ നമ്മളുടെ ഈ ഫാമിലി ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ആവശ്യപ്പെടും. എവിടെ കുഞ്ഞൻ, എവിടെ പൊന്നു? അവരുടെ നമ്മളൊരു കുടുംബം അത്രമാത്രം ഇത്ര ആളുകൾ സ്നേഹിക്കുമ്പോൾ, അവരുടെ സബ്സ്ക്രൈബേഴ്സ് സ്നേഹിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് അവിടെ ഒരാളില്ലാണ്ടാവുമ്പോൾ ചോദിക്കും. ഈവൻ ഒരു പൂച്ചക്കുട്ടിയും കണ്ട് അത് കാണാതെ ആകുമ്പോൾ തന്നെ എവിടെ പൂച്ച എന്ന് ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവരോട് കുഞ്ഞിനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് അതിൻ്റെ മറുപടി പറയാനുള്ള ബാധ്യത ഉള്ളതുകൊണ്ട് ആ അമ്മ പറയാണ്, എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന പോലെ അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ ശരിയല്ല എന്നുള്ള മട്ടിൽ. കാരണം അവൾ ഇപ്പോൾ എൻഗേജറാണ്. എൻഗേജറാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോൺ വിളികൾ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഇണയുടെ സ്വാധീനം അവളുടെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാവും എന്നുള്ളതാണ്. അയാൾ ഫോൺ ചെയ്ത് പറയുന്ന കാര്യങ്ങളിൽ ഒക്കെ അനുസരിക്കാനുള്ള ഒരു വ്യഗ്രത, അയാൾ പറയുന്ന പോലെ അടങ്ങി ഒതുങ്ങി നീ ഇനിയിപ്പോൾ വീഡിയോയിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ വരണ്ട, അത് ഞാൻ ഇനി വരില്ല എന്നൊക്കെ. പിന്നെ ചെറിയ ചെറിയ പിണക്കങ്ങൾ, അതുവരെ അമ്മ പറയുന്നത് കൃത്യമായിട്ട് അനുസരിച്ചിരുന്ന കുട്ടി ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലൊരു അവഗണിക്കുന്ന ഒരു സ്വഭാവം, അതൊക്കെ പെട്ടെന്ന് അവളുടെ ആ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റമല്ലേ. അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ, ആ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും അവരൊക്കെ കെയർ ചെയ്ത് നടന്നിരുന്ന ആ കുട്ടി പ്രകടിപ്പിക്കാത്ത പല സ്വഭാവ വിശേഷങ്ങളും ആ കുട്ടിയിൽ കണ്ടുവരും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഉൾക്കൊള്ളുന്നൊരു മാതാപിതാക്കൾ, അതാണ് ശരിക്കും എന്നെ ഇവർ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. ഇവർ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും അല്ലെങ്കിലും, വിദ്യാഭ്യാസമൊന്നും അല്ല ഇതിൻ്റെ ആണിക്കല്ലേ, പെരുമാറാനും പിന്നെ ആളുകളെ കണ്ടുള്ള ശീലവും ആ കുട്ടിയുടെ ആ സ്വഭാവം അങ്ങനെ അവർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. നാളെ ഒരു കാലഘട്ടത്തിൽ അവൾ ഇതൊക്കെ തിരിച്ചറിയും. ഞങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്ത ആ ത്യാഗങ്ങളൊക്കെ അവളൊരു അമ്മയാവുന്ന വരെ ചിലപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞത് വരില്ല. പക്ഷേ ഒരമ്മയാവുന്നതിലൂടെ ആ കുട്ടി അത് തീർച്ചയായിട്ടും തിരിച്ചറിയും ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. പിന്നെ വളരെ പക്വതയോടുകൂടി തന്നെ അവർ മാനസികമായിട്ട് അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. മകൾ ചെറിയ ചപലതകളോ പിണക്കങ്ങളോ ഞാൻ വീഡിയോയിൽ വരില്ല എന്നൊക്കെ പറയുമ്പോൾ നീ വന്നേ പറ്റുമോ എന്ന് പറഞ്ഞ് അവളെ ബലം പ്രയോഗിച്ച് വീഡിയോയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ രണ്ടടി വെച്ച് കൊടുത്ത് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അവളുടെ ഒരു വ്യക്തിത്വത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവിൻ്റെ സ്വാധീനം, ഭാവിയിലുള്ള ഭർത്താവിൻ്റെ സ്വാധീനമായിരിക്കാം, അവൻ ഇഷ്ടമില്ലാതെ ആയിരിക്കാം, അവരത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഓക്കെ നിനക്ക് സൗകര്യമാകുമ്പോൾ വരൂ എന്ന് പറയാനുള്ള ഒരു പക്വത പല മാതാപിതാക്കൾക്കും ഇന്ന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മക്കൾക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുകയും പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട, കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഇട്ടുകൊടുത്ത് അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ പോലും ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള പക്വതയോടുകൂടി ഒരിക്കലും പെരുമാറണമെന്നില്ല. അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 4 കുട്ടികളെ, ആ 2 ഏജ് ഡിഫറൻസിലുള്ള താഴെയുള്ള 2 കുട്ടികളാണ് ഇനി അവരുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയായിരിക്കും അവരുടെ ഇനിയുള്ള ജീവിതം. മൂത്ത മകളും ഭർത്താവും തീർച്ചയായിട്ടും അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് ആ വീഡിയോയിൽ വരുന്നുണ്ട്. അതവരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം അങ്ങനെ ഒരു മൂത്ത മകൾ ഇപ്പോൾ കൂടുതൽ പക്വത ആ കുട്ടിക്ക് മനസ്സിലായി. ഒരമ്മയാവുന്നതിൻ്റെയും ആ കുഞ്ഞുങ്ങൾ വയ്യാതെ ആവുമ്പോഴൊക്കെ ഒരമ്മ ചെയ്യുന്ന ത്യാഗമൊക്കെ അത് മനസ്സിലാക്കണ ആ ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ കുട്ടിയും ഇതിനേക്കാൾ ഇരട്ടി അവരെ സ്നേഹിക്കും. ഇനി പലരും വിചാരിച്ചിട്ടുള്ളതാണ് ഇത് ആ വരൻ്റെ വീട്ടുകാർ കേട്ട എന്ത് വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ എടുത്തു കൊണ്ടുവന്നത്. നമുക്ക് അവരുടെ വിവാഹം അടുത്തിരിക്കുകയാണ്, അവർക്ക് തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു സെൻസേഷണൽ കണ്ടന്റ് എന്തായിരിക്കും ഈ അമ്മയും മകളും നമ്മളുടെ പിണക്കത്തിൻ്റെ കാരണം എന്നുള്ളൊരു സെൻസേഷണൽ കണ്ടന്റ് എടുത്തിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വരൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അവരെപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടാവുമല്ലോ. കല്യാണം പരസ്പരം ബന്ധുക്കളാവുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പ്രേക്ഷകർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു കാര്യമില്ല എന്ന് 2 വീട്ടുകാർക്കും അറിയാം. അപ്പം ഇതൊരു തമ്പനയിലാക്കി ഇതൊരു കണ്ടന്റ് ആക്കും എന്നുള്ളൊരു സമ്മതം തീർച്ചയായിട്ടും വരൻ്റെ വീട്ടുകാരെയായിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവരത് വാങ്ങിച്ചിട്ടുണ്ടാവും. അല്ലാതെ അവരൊരിക്കലും ഇങ്ങനെ ഒരു സെൻസേഷണൽ സബ്ജക്റ്റ് ഇങ്ങനെ വിവാഹം തീരുമാനിച്ച ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഒരിക്കലും ഇടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഇനി
ആ മകളോട് അവർക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരിക്കലും ഇല്ല. അവരതൊക്കെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു പാകത വന്ന മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവർക്ക് 4 കുഞ്ഞുങ്ങളെ, അതായത് 2 കുഞ്ഞുങ്ങളുടെ വളരെ ഏജ് ഡിഫറൻസിൽ വീണ്ടും 2 കുഞ്ഞുങ്ങളെ കൊടുത്തത്. അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും അവര് എന്ത് ചെറിയ കുറുമ്പ് കാണിച്ചാലും അതൊക്കെ നിസ്സാരവൽക്കരിച്ച് അവരെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള മനസ്സിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ. എനിക്കറിയാം അത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് തന്നെ അവൾ അകന്ന് നിന്നോട്ടെ എന്ന് കരുതാനുള്ള ഒരു മാനസികാവസ്ഥ. എന്നാലും അവളുടെ കല്യാണം ഗംഭീരമാക്കി നടത്തിയും അവൾ നല്ല രീതിയിൽ ആ വീട്ടിൽ കയറി ചെല്ലണം. പിന്നെയുള്ള ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളാണ് ഇനി ആ അമ്മയും മകളും ആ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കാനുള്ളൊരു സമയം ഉണ്ടാവുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ മകള് ആ വേറൊരു വീടിൻ്റെ ഭാഗമാവും അല്ലേ. അപ്പം ഇനി ആ കുട്ടി പഴയ പോലെ വരണമെന്നില്ല. മൂത്ത മകളുടെ പോലെ എപ്പോഴും അവൈലബിൾ ആയിട്ട് ആ കുട്ടി വീട്ടിൽ കാണണമെന്നില്ല. അവരുടെ വീടിൻ്റെ ഭാഗമാകുമ്പോൾ പിന്നെ അമ്മയ്ക്കും മകൾക്കും ഇങ്ങനെ സന്തോഷമായിട്ടും ഇരിക്കാനൊക്കെയുള്ള ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഇനി അമ്മയോടൊപ്പം സ്പെൻഡ് ചെയ്ത ദിവസങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അച്ഛനോടൊപ്പമൊക്കെ. അപ്പോൾ ആ സന്തോഷ നിമിഷങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ആ അമ്മയ്ക്കും അച്ഛനും കുറേയും കൂടി നല്ല സന്തോഷം കൊടുത്തു പോവുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ കടമ. അത് തിരിച്ചറിയാൻ ഒരു പക്ഷേ അവളൊരു അമ്മയാവണവരെ അവൾ ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞു വരില്ല. അപക്വമായിട്ട് വീണ്ടും വീണ്ടും അവൾ ഇങ്ങനെ ചെറിയ ചെറിയ കുസൃതി തരങ്ങൾ അല്ലെങ്കിൽ ആ സ്വഭാവ സവിശേഷതകൾ കാണിച്ചു വന്നിരിക്കും. അതൊക്കെ എല്ലാ കുട്ടികളിലും എല്ലാ മാതാപിതാക്കളും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പിന്നെ പലരും ചോദിച്ചത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെൻസേഷണൽ സബ്ജക്റ്റ് ഇങ്ങനെ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങളിങ്ങനെ ഒരു ബോധമില്ലാതെ, അവരൊരു ബോധമില്ലാതല്ല, അവരിതൊക്കെ അവരുടെ വീട്ടുകാരുമായിട്ട് വരൻ്റെ വീട്ടുകാരുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ടുപേർക്ക് മനസ്സിലായതാണ്. സ്വാഭാവികമായിട്ട് ഇത്തിരി വരുമാനം കൂടി കിട്ടിക്കോട്ടെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇട്ടോട്ടെ, ഇട്ടോളാനായിട്ട് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ ഒന്നും അവർ ഇട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.